എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ? എങ്ങനെയാണ്? ഞാൻ കൊച്ചിനെ കൊണ്ട് വെളിയിൽ പോയതാണ്, ഞാൻ അവിടെ ഇല്ല. ഈ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് അറിയുള്ളൂ. സംഭവ സ്ഥലത്ത് ഞാൻ നിങ്ങൾ നേരെ കൂട്ട് ആംബുലൻസിൽ ഞാൻ വന്നു. അവിടുത്തെ ഒരു സാഹചര്യം, ആശുപത്രിയുടെ സാഹചര്യം മോശമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഭയങ്കര മോശമാണ് അവിടെ, മോശമായിട്ട് ഒരു ഏരിയ വെച്ചായി എലിയും പാമ്പും കണിക്കണ്ണൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ വൃത്തിയൊന്നും. നായി കടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയാൽ അവിടെ വാക്സിൻ ഇല്ല. ജില്ലാ ആശുപത്രിയിൽ വന്നാൽ ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ ഇല്ല. കഴിഞ്ഞ 3-4 മാസം മുമ്പ് ഞാൻ ഇവിടെ എവിടെയും കിട്ടാണ്ട് തൃശ്ശൂർ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് കിട്ടിയത്. ഇത് ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായും ഒരു ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെയാണ്. ഒരു തരത്തിലുള്ള സംവിധാനമില്ല. പ്രഹസനപരമായിട്ടുള്ള കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരന് നേരിട്ട് ഗുണപരമായിട്ടുള്ള ഒന്നും ചെയ്യില്ല. വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ആശുപത്രികളിൽ രോഗികൾ കിടക്കേണ്ട. കറണ്ട് പോലും ഇല്ലാത്ത ഒരു മോശം അന്തരീക്ഷത്തിലാണ് ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഏത് പാമ്പാ കടിച്ചതെന്ന് അറിയാം. കെട്ടുവിരിയം പാമ്പ് എന്നുള്ളൊരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. അത് ബന്ധുക്കളും ഒക്കെ കൂടെ ആ ബോട്ടലിലാക്കി കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇത് ഈ കാര്യങ്ങൾ പുറത്തറിയാൻ പറ്റും. ബോട്ടിലുണ്ടോ കാണാൻ? ബോട്ടലുണ്ട്. അതാ നമുക്ക് ആ പാമ്പിന്റെ ഇതും കൂടി ദൃശ്യങ്ങൾ കൂടി കാണാം. ഇതാണ് ഈ പാമ്പാണ് കടിച്ചത്. കെട്ടുവീരൻ എന്ന് പറയുന്ന ഒരു ചെറിയ പാമ്പാണ്. പക്ഷേ പാമ്പ് ഏതാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു വിഷമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതേതായാലും പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഈ പാമ്പാണ് കടിച്ചത്. ഏതായാലും ഈ ബന്ധുക്കൾ പാമ്പിനെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആശുപത്രിക്കാർക്ക് ഇത് ഏതായാലും നിഷേധിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിയില്ല. കാരണം തെളിവടക്കമാണല്ലോ കൊണ്ടുവന്നത്. ചൂലിനിടയിലാണ് ഇങ്ങനെ പാമ്പ് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അപ്പോൾ ചൂലെടുത്തപ്പോൾ പെട്ടെന്ന് ഇത് കയ്യിൽ കടിക്കുകയായിരുന്നു. നമുക്ക് അത് പാമ്പിൻ്റെ ദൃശ്യങ്ങൾ കൂടി വ്യക്തമാണ്. ചെറിയ പാമ്പാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യം കൊണ്ട് ഈ പാമ്പുകൾ എങ്ങനെ ഇവിടെ കയറിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ സ്വാഭാവികമായി നമ്മൾ ചികിത്സയ്ക്കായാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. പക്ഷേ ആശുപത്രിക്കും ചികിത്സ വേണമെങ്കിൽ അതെന്ത് ചെയ്യും? അത് പറയാൻ പറ്റില്ല. അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അത് കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കണം. അതിൽ പരിഹാരങ്ങൾ ഏർപ്പെടുത്തുക തന്നെ വേണം. അവിടെയാണ് ഗോകുലി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി അത് നടപ്പാക്കണം. ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവിടെ കാട് പിടിക്കും. കാടൊക്കെ വൃത്തിയാക്കി എങ്കിൽ മാത്രമേ സമീപത്തേക്ക് അവിടെ നിന്നൊക്കെ ഈ ഇഴജന്തുക്കളൊക്കെ നേരത്തെ നോക്കൂ, ആളുകൾ പറഞ്ഞു കേട്ടില്ല എവിടേക്ക് അവിടെ എന്താണ് പാമ്പും പഴുതാരയും പല്ലിയും ഒക്കെ പറയുമ്പോൾ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രം പോലെ ഈ സാമൂഹിക നമ്മുടെ ഈ ആശുപത്രികൾ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട വിഷയമാണിത്. ഇത് പൊതുപ്രശ്നമായിട്ട് തന്നെയാണോ എല്ലാ ആശുപത്രികളിലും ഏകദേശം ശരാശരി ആശുപത്രികളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണോ? സർക്കാർ ആശുപത്രിയുടെ ജില്ലകളിലെ മനസ്സിലാക്കുന്നത് എന്താണ് ഗോകുൽ? തീർച്ചയായും പല ആശുപത്രികളിലും ഈ ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെയുള്ള അവിടുത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്നാൽ പൂർണ്ണ രീതിയിൽ പ്രവർത്തനമായിട്ടില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും പല ആശുപത്രികളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. സർക്കാർ ആശുപത്രികളുടെ പല ആശുപത്രികളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ ജനറലായി എല്ലാ ആശുപത്രികളെയും അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളും ജില്ലയിലുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരു സംഭവം പോലും ഉണ്ടാകാതെ, ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടാകാതെ ഒഴിവാക്കേണ്ടതാണ്. കാരണം പാമ്പ് ആശുപത്രിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെടികളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അവരുടെ ബന്ധുക്കൾ പറഞ്ഞു അവരിപ്പോൾ പലരും ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോയിക്കാണ് ചികിത്സയുടെ ആവശ്യത്തിനൊക്കെയായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ആശുപത്രിയിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കണം. അതൊക്കെ പരിഹരിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള ഇഴജന്തുക്കൾ കയറിയിരിക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ മാറും. അപ്പോൾ സ്വാഭാവികമായും പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും പരിഹരിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പാലക്കാട് ജില്ലയിലുണ്ട്. നമുക്കത് കാണാൻ കഴിയും. ഈ ജില്ലാ ആശുപത്രി അടക്കം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. അങ്ങനെ പല ആശുപത്രികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇപ്പോൾ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ എന്താണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഗൂഗിൾ? നമുക്ക് ബന്ധുക്കളോട് തന്നെ ചോദിക്കാം എന്താണ് ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതെന്ന്. ഗായത്രിയുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്താണ് ഡോക്ടർമാർ പറയുന്നത്? ഇല്ലെന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ നടക്കണം, പറഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. പാമ്പിന് വിഷമുണ്ടോ? വിഷമുള്ള പാമ്പാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ എന്നാണ്. 24 മണിക്കൂർ കിടക്കണം. ഇന്നിപ്പോൾ 12 മണിക്കാണ് അഡ്മിറ്റ് ആക്കിയത്. നാളെ 12 മണിക്കേ പോകാൻ പറ്റും. അതൊരു ഒബ്സർവേഷനിലാണ്. അത് പ്രശ്നമാണ്. എവിടെയാണ്? ഏത് നിരീക്ഷണം? കാഷ്വാലിറ്റിയിലാണോ? നോക്കി കാണും. അവിടെ നോക്കി കാണും. അവിടെ കിടക്കും.
കാഷ്വാലിറ്റിയിൽ നിരീക്ഷണത്തിലാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയൂ. പക്ഷേ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഏതായാലും ഇനി 24 മണിക്കൂർ നിരീക്ഷണമുണ്ട്. 11 മണിക്കാണ് ഇവിടെ എത്തിയത്. സമയം ഇപ്പോൾ ഇത്രയായി. ഇനി ഏകദേശം 24 മണിക്കൂർ, നാളെ 11 മണി വരെ ഇവിടെ തന്നെ തുടരണം. എങ്കിൽ മാത്രമേ മുഴുവനായി തന്നെ ഇവർക്ക് ആശുപത്രി വിടാനും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. ഏതായാലും നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇവർ പറയുന്നത് വിഷമുള്ള പാമ്പാണെന്നാണ്. സ്വാഭാവികമായി അത് ഒരു ഭാഗ്യം കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിഷമുള്ളൊരു പാമ്പാണ്. ആ പാമ്പിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കടി കിട്ടിയപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ അതല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ്.